ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല ഗൈസ്, ഇന്ന് സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആണേ. അപ്പോൾ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത് ചെങ്ങന്നൂരുള്ള ബഡാ ബസാറിലാണേ. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ഉച്ച സമയം, നല്ല വെയിലായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ നേരത്തെ പോയി മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ആണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ ടോപ്പ് കണ്ടിട്ടുണ്ടാവും, ഞാനൊരു റീലിന് ഇട്ടിട്ടുണ്ട് ഈ ടോപ്പ്. ഇതിൽ കൂടെ പോകുന്ന ഷോർട്ട് വഴിയുണ്ട് ഗൈസ്, 2 മതിലിൻ്റെ അപ്പുറത്തിൽ കൂടെ പോകണം. അതുവഴിയാണെങ്കിൽ അല്ലാതെയും വഴിയുണ്ട്, നമുക്ക് ഷോർട്ട് കട്ടാണ്. ബസ് കാത്ത് നിൽക്കുക എന്നുള്ളതാണ് മെയിൻ പണി. ബസ് കിട്ടാൻ ഒത്തിരി വൈകിപ്പോയി. ഒന്നാമത് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര പണിയായിരുന്നു ഗൈസ്. ബസ് കിട്ടാൻ തന്നെ നമ്മുടെ അരമണിക്കൂറോളം അവിടെ പോയി. അപ്പം എനിക്കെപ്പോഴും സൈഡ് സീറ്റാണ് കിട്ടാറുള്ളത്. അമ്മേനെ സൈഡ് സീറ്റിലാണ് ഇരുത്താറുള്ളത്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സൈഡ് സീറ്റിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് അമ്മയാണ് ഗൈസ് ഇരിക്കുന്നത്. ഞാനിങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മിക്ക വീഡിയോസിൽ എൻ്റെ തല കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറച്ച് ഷൈ ആണ് ഗൈസ് വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരെ പോയതൊന്ന് കടയിൽ കയറാമെന്ന് വിചാരിച്ചു. അമ്മച്ചിക്കാണെങ്കിൽ ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തെടുത്ത് വന്നപ്പോൾ അതൊരു 2-3 തോർത്തുമൊക്കെ അങ്ങ് മേടിച്ച് ഗൈസ്. നമ്മൾ ഒരു സാധനം മേടിക്കാൻ കയറുക, അവിടെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ മേടിക്കും. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലുള്ള കടയിലും കയറിയേ. കഴിഞ്ഞ് നമ്മളൊരു ബേക്കറി ചെന്നിട്ട് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബഡാ ബസാറിലോട്ടാണ് പോയത്. വിചാരിച്ചു ഹെഡിങ് കിട്ടിയെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ എടുത്തത്. നമുക്ക് വെയിൽ കാരണം ഈ ഫോണിൻ്റെ ഇതൊന്നും കാണത്തില്ല ഗൈസ്. അപ്പം ഞങ്ങളിങ്ങനെ കയറുകയാണ്. കയറി കഴിയുമ്പോൾ ഉടനെ തന്നെ കാണുന്നതാണെങ്കിൽ കുറേ പൗച്ചിൻ്റെ സെക്ഷൻസ് അങ്ങും ഇങ്ങും ഇല്ലാത്തത്ര പൗച്ചുകൾ. നമുക്ക് സിബിനുള്ള ഇതുണ്ട്, അങ്ങനെയൊക്കെയുള്ള എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള പൗച്ചുകൾ ഉണ്ട്. പിന്നെ ഫറിൻ്റെ ഇതുണ്ടല്ലോ, അതുണ്ട്. അങ്ങനെ കുറേ അതിന് റേറ്റ് ഓരോന്നനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അത് വേറെ കാര്യം. പിന്നെ ഇങ്ങനെ കുറേ പൗച്ചുകൾ ഉണ്ടായിരുന്നു. ആദ്യം ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോയിട്ട് ലാസ്റ്റ് ആയപ്പോൾ ബില്ലിങ്ങിൻ്റെ സമയത്ത് വന്ന് ഒരെണ്ണം എടുത്തായിരുന്നേ. സാധാരണ ഉള്ള പൗച്ചാണ് എടുത്തത്. അപ്പം നമ്മൾ നേരെ കയറിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് മേടിക്കാനായിരുന്നേ. അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ ബഡാ ബസാറിലെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉണ്ട്. ഈ വട്ടം ആയതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിൻ്റേത് സ്കൂളിൻ്റെ പരമായ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അവർ ഈ വട്ടം ചെയ്തേക്കുന്നത്. അല്ലാതെയും കുറേ ഇതുണ്ട്, ഷൂവിൻ്റേത്, അങ്ങനെയൊക്കെ കുറേ അവർ നേരത്തെ തൊട്ടേ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ ബുക്കിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ജസ്റ്റ് ഒന്ന് കയറാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അപ്പം നമ്മൾ നേരെ ഇത് സ്റ്റാപ്ലെയറിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് ഗൈസ്. അവിടെ ഈ ഒരു ബ്രാൻഡ് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചിരുന്ന എണ്ണത്തിൻ്റെ വില കൊടുത്താൽ മതി, ഒരെണ്ണം കൂടി ഫ്രീ കിട്ടും. അപ്പുറത്ത് തന്നെ സ്റ്റാപ്ലെയറും ഉണ്ടായിരുന്നു, അതും ഇങ്ങനെ തന്നെ ഒരെണ്ണം എടുത്താൽ ചെയ്ത് ഫ്രീ കിട്ടും. ഇവിടെ സ്റ്റാപ്ലെയർ നമ്മൾ നോക്കുകയാണ്, സെയിം കളറൊക്കെ ഉള്ളതുണ്ട് ഗൈസ്. അപ്പം ഞാൻ അമ്മയോട് പറയാണ് ഇത് ബ്ലൂ ആണ്, ഇത് മജന്തയാണ്, അങ്ങനെയൊക്കെയാണെന്ന് പറയാണ്. ഇങ്ങനെ ഓരോരോ റാക്കിലായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ. പെൻസിലിൻ്റെ സെക്ഷൻസ്, റേസർ, ബോട്ടിൽ, അങ്ങനെയൊക്കെ ഓരോന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ സാധാരണ അവിടെ ഉള്ളതാണ്. ഈ ഷൂ, ക്രോക്സ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ നേരത്തെ തൊട്ടേ ഉള്ളതാണ്. ഈ ഒരു സെക്ഷൻ തൊട്ടൊക്കെ അവർ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അതാണ് ഈ ബാഗിൻ്റെയൊക്കെ സെക്ഷൻസ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള കുറേ അധികം ഡിസ്നി ക്യാരക്ടേഴ്സാണ്. അവരുടെയൊക്കെ നമ്മൾ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടിരുന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്കതൊന്നും മേടിക്കാൻ പറ്റത്തില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഒറ്റ ഉറയേ ഉള്ളൂ ഗൈസ്. അതിൻ്റെ ഒരു പ്രശ്നം കാരണം ഞാൻ അവിടെ വെച്ചിട്ട് പോന്നു. നമുക്ക് മാക്സിമം ഒരു 3-4 ഉറ വേണം. എന്ന് പറഞ്ഞാൽ സ്കൂൾ ബാഗ് അങ്ങനത്തെയാണല്ലോ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു എക്സാം ആ ടൈപ്പൊക്കെ ഉള്ള ബാഗുകളായിരുന്നു. ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ ടൈപ്പ് ബാഗാണ്. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ നമുക്കത് പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ 2-3 ഉറ ഇല്ല അതിന്, 2 ഉറയൊക്കെ മാക്സിമം ഉള്ളൂ. അപ്പം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എന്ത് ചെയ്യാൻ, നമ്മൾ ഇട്ടുപോയി. ഇതൊരു വെറൈറ്റി കണ്ട്, ഇത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ച് നോക്കി. അതിൻ്റെ ഒരു കൊള്ളം ഗൈസ്, അങ്ങനെയാണ് പറയേണ്ടത്. നമ്മൾ കുറച്ച് നേരം അധികം ബാഗിൻ്റെ സെക്ഷനിൽ നിന്നുണ്ട്, അതുകൊണ്ട് തന്നെ അറിയത്തില്ല എത്രമാത്രം ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നുള്ളത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാപ്റ്റർ വരെ ഉണ്ടായിരുന്നു ഗൈസ്. ഈ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു പോയം പോലെയാണ്. ഒരു നിമിഷം ഒരു പാഠം ഓർത്തുപോയി ഗൈസ്. നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് വന്ന് ബാഗൊക്കെ നോക്കുകയാണ്, ഏതാ വേണ്ടേന്ന്. പിന്നെ നമ്മൾ വേറൊരു സെക്ഷനിൽ പോയാണ് ബാഗ് മേടിച്ചത്. 2ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഒന്നുകൂടി ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെയാണ് സെക്ഷൻസ് വരുന്നത്. മണ്ടയ്ക്കോട്ടും ഉണ്ട് കേട്ടോ ഗൈസ്. ഇതെന്ന് പറഞ്ഞാൽ ലഞ്ച് ബാഗ്, ആ ഒരു സെക്ഷനാണ്. ബാഗിൻ്റെ സെക്ഷനും ഉണ്ട്.
ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് ഫോണൊന്നും ശരിക്കും പിടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാനവിടെ വെച്ചു. ഇത് ഞാൻ ഒരെണ്ണം എടുത്തു ഗൈസ്. എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡായിട്ട് തോന്നി. അങ്ങനെ നല്ലൊരു വാറൻറ്റി ഉള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്തു. അത്യാവശ്യം വലുതാണ്. രണ്ടെണ്ണം ഞങ്ങൾ പിന്നെ ഒരു ദിവസം പോയി ഒരെണ്ണം കൂടി എടുത്തായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എടുത്തത്. ബോട്ടിലൊക്കെ നോക്കി വീട്ടിൽ ബോട്ടിൽ ഇരിപ്പുണ്ട് ഗൈസ്. അതുകൊണ്ട് വെറുതെ ഈ ഒരു വർഷത്തേക്ക് വേണ്ടി ഒരു ബോട്ടിൽ എടുക്കണമെന്ന് തോന്നിയില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. മണ്ടയ്ക്കത്തെ അത്യാവശ്യം ഭയങ്കര വലിയ ബോട്ടിലാണ്. അതെന്തിനാണെന്നറിയത്തില്ല. ജിമ്മുകാർക്കൊക്കെ വേണ്ടിയായിരിക്കാം. നമ്മുടെ സാധാരണ ടൈപ്പ് ഓഫ് ബോട്ടിലാണ് താഴെ ഇരിക്കുന്നത്. സ്റ്റീലിൻ്റെ ടൈപ്പ് ബോട്ടിൽ. പിന്നെ അതിനകത്ത് കളർ അടിച്ചിട്ടുള്ള കുറേ ബ്രാൻഡിൻ്റെ ഉണ്ട്. കറുപ്പ് കളറിനകത്ത് ഏതാണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാനത് നോക്കിയില്ല. എനിക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ഞാനത് എടുക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് അമ്മയാണേലും ജസ്റ്റ് നമ്മൾ നോക്കാൻ വന്ന ബോട്ടിൽ നമ്മുടെ ലിസ്റ്റിലേ ഇല്ല. അതുകൊണ്ട് ഞാനും അമ്മയും അത് നോക്കാനൊന്നും അങ്ങനെ പോയില്ല. അതാണ് ബോട്ടിൽ എന്ന് പറഞ്ഞാലും അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് ബോട്ടിലും ഉണ്ട്. ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുള്ള ഇതുണ്ട്. പിന്നെ ബോക്സ് ആണെങ്കിൽ ഇങ്ങനെ ഈ ബട്ടണൊക്കെ ഉള്ള ബോക്സുകൾ, അങ്ങനത്തെ കുറേ അധികം ബോക്സുകൾ ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ബോട്ടിലുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആ ബോട്ടിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അകത്തിലും ഒരു ബോട്ടിലുണ്ട്. 2 ബോട്ടിലായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് മേടിക്കുവാന്നുണ്ടെങ്കിൽ 2 ബോട്ടിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ സിസ്റ്റേഴ്സായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോട്ടിൽ മേടിച്ചാൽ അതിൻ്റെ അകത്തൊരു കുഞ്ഞു ബോട്ടിലാണ്. ഈ ഒരു ബോട്ടിലുണ്ട് ഗൈസ്. എനിക്ക് തോന്നി ഇതൊരു മോട്ടിവേറ്റ് ചെയ്യുന്ന ബോട്ടിലായിട്ടാണ്. അപ്പം ഇങ്ങനൊരു ബോട്ടിൽ എല്ലാവരുടെയും കയ്യിരിക്കുന്ന കണ്ടു. അത് കൊള്ളാം. ഞങ്ങളിങ്ങനെ അത് നമ്മുടെ ലിസ്റ്റിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളത് മേടിച്ചില്ല ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാത്രത്തിൻ്റെ സെക്ഷനിലോട്ട് പോയി. എന്തിനാണ് പാത്രത്തിൻ്റെ സെക്ഷനിലോട്ട് പോയത് ഞങ്ങൾക്ക് 2 പേർക്കും അറിയത്തില്ല. ഞങ്ങൾ ജസ്റ്റ് തപ്പിത്തടഞ്ഞൊക്കെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ തപ്പിത്തടഞ്ഞ് നിന്നപ്പോഴാണ് ഗൈസ് ഒരു ക്യൂട്ടി ഒരു ബോട്ടിലാണോ എന്ന് വെച്ചിട്ട് കൊച്ചു പിള്ളേർക്കൊക്കെ പറ്റുന്ന ടൈപ്പ് ബോട്ടിൽ. അത് കുപ്പിയാണോ നോക്കിയതാണേ ഗൈസ്. അത് കുപ്പിയാണോ എന്നും എനിക്ക് മനസ്സിലായില്ല. ഒരു ഇതിൻ്റെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്ലാസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് ആയിട്ടാണ് തോന്നുന്നത്. ഞങ്ങളത് പിന്നെ അതവിടെ വെച്ചിട്ട് പോന്നു. അത് ഞാൻ എന്തിനാണ് ഈ സെക്ഷനിലോട്ട് വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ സ്കൂൾ ഷോപ്പിങ്ങിന് വന്നതാണ്. ഞങ്ങൾ വന്ന് പാത്രത്തിൻ്റെ സെക്ഷനിലോട്ട് കയറി. ജസ്റ്റ് ഞാൻ അമ്മയോട് പറയുകയാണ് കറിപ്പാത്രമാണ്. പക്ഷെ അത് കറിപ്പാത്രമല്ല ഗൈസ്. അതൊരു ഗ്ലാസ്സാണ്. ഞാൻ അതിൻ്റെ പിടിഭാഗം കണ്ടില്ല. പിടി കാണാതാണ് ഞാനീ പറഞ്ഞത്. അത് അമ്മ എന്നോട് പറഞ്ഞു. മറിഞ്ഞിരിക്കുമായിരുന്നു അതിൻ്റെ പിടി. അപ്പം അമ്മേനോട് പറഞ്ഞ അത് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ അതാന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരെ ഇതുണ്ട് ഗൈസ്. ഇങ്ങനത്തെ ഒരു ലഞ്ച് ബോക്സ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പൂവിൻ്റെ ഉണ്ട് ഗൈസ്. തന്നെ ഞാൻ ഈ കാണിക്കുന്നതാണ്. എന്ത് രസമായിരുന്നെന്നറിയേ. ഞാനത് കഴിഞ്ഞ ഒരു ദിവസം ചെന്ന് നോക്കിയപ്പോൾ അത് കാണുന്നില്ല ഗൈസ്. ആരോ ഒരാൾ മേടിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരെ പോയത് പൊതിയിലയുടെ സെക്ഷനിലോട്ടാണ്. ഈ പൊതിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നേരെ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള പൊതികളാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എനിക്ക് ഒത്തിരി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. ഞാനതുകൊണ്ട് ഒരു വെള്ളയുടെ എടുത്തു, ഒരു പിങ്കും എടുത്തു. എനിക്കാണെങ്കിൽ കുറേ ഡൗട്ടുണ്ട്. എനിക്ക് പർപ്പിളും ഇഷ്ടപ്പെട്ടായിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ പിങ്കാണ് എടുത്തത് അന്നേരം. പിങ്കും കുഴപ്പമില്ല, നല്ല ഇതായിരിക്കും, രസമായിരിക്കും കാണാൻ. പർപ്പിൾ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പം നമ്മൾ നേരെ എടുത്തത് അതാണ്. ഞാൻ കുറച്ച് നേരം ഈ ഒരു സെക്ഷനിൽ നിന്നു. അതിൻ്റെയൊക്കെ ഞാനത് കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ വെള്ളയാണ് എടുത്തത്. അത് കുറച്ച് തിക്കാണ്. അതുകൊണ്ട് തന്നെ അത് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് നേരെ തിരിഞ്ഞപ്പോൾ ആണെങ്കിൽ ഒരു സെറ്റ് പെയിൻറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാൻ കണ്ടു. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമ്മളതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വന്നപ്പോൾ ഇത് ഞങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഞങ്ങളിങ്ങനെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഷീറ്റുകളുണ്ടല്ലോ. ആ ഷീറ്റൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ കൊള്ളാമല്ലോ നല്ല ഷീറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർപ്നറും ഇറേസേഴ്സിൻ്റെയൊക്കെ സെക്ഷനാണ്. എനിക്ക് ഇതെന്താന്ന് പിടി കിട്ടിയില്ല ഗൈസ്. ആദ്യം തിരിഞ്ഞു നോക്കിയപ്പോൾ ഷാർപ്നർ ആണെന്ന് അകത്ത് മനസ്സിലായത്. ബോൾസ് പോലെ കുറേ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞ് കപ്പിൻ്റെ ഗ്ലാസ്, പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. അതൊന്നും നമുക്ക് വേണ്ട ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒത്തിരി റബ്ബറുണ്ട്. അതുകൊണ്ട് വേണ്ട എന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ രാവിലെ പോയ ഞങ്ങൾ ഒരു 3 മണി 2:30 ആയി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത്. ഫുഡ് പോലും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വേഗം പോയി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബാഗ് എന്നോട് പറഞ്ഞു ബാഗ് പോയി നോക്ക്, നമുക്ക് ഇറങ്ങണം നേരത്തെ എന്ന് പറഞ്ഞ് ഞാൻ വേഗം ബാഗ് നോക്കാൻ വേണ്ടി കയറിയതാണേ.
അപ്പോൾ നമുക്ക് ആദ്യം ഒന്നും ഇഷ്ടപ്പെട്ടില്ല ബാഗ് കണ്ടപ്പോൾ. എനിക്ക് ബ്ലാക്കിനോടൊന്നും അങ്ങനെ താല്പര്യമില്ല. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞാൽ എനിക്ക് ബ്ലാക്ക് കുഴപ്പമില്ല, പക്ഷെ ഡിസൈൻ ഇല്ല, ജസ്റ്റ് ഒരു ബ്ലാങ്ക് പോലെ കിടക്കുന്നത് ഇഷ്ടമല്ല. എന്തെങ്കിലുമൊക്കെ പ്രിൻറ്റിങ്സോ അങ്ങനെയൊക്കെ ഉള്ളതാണ് കുറച്ചുകൂടി എനിക്കിഷ്ടം. അപ്പം അതൊക്കെ അപ്പുറത്ത് നിന്ന് ആൻറ്റി എടുത്താണേ. അപ്പം ഞാനിതൊക്കെ ജസ്റ്റ് നോക്കുകയാണ്, ബ്ലൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എനിക്ക് കുറച്ചുകൂടി ആ ബ്ലൂ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അതിന് സിബ്ബ് കുറവാണ്, 2 സിബ്ബേ ഉള്ളൂ. എനിക്ക് ഒരു 3-4 സിബ്ബ് വേണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ ബേസിക്കായിട്ടുള്ളതിന് വേണ്ടി ഇത് നോക്കിയപ്പോൾ കുഴപ്പമില്ല, കൊള്ളാം എന്നെനിക്ക് തോന്നി. എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് സെർച്ച് ചെയ്യുകയാണ് ഗൈസ്. എവിടെയെങ്കിലുമൊക്കെ അറ്റവും മൂലയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതെടുക്കാമല്ലോ. ഒരു മനസ്സിനൊരു തൃപ്തി വരണ്ടേ ഒരു ബാഗ് എടുത്താൽ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ അപ്പുറത്തുനിന്ന് നോക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും അപ്പുറവും ഇപ്പുറവും ഇരുന്ന് നോക്കുവാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ മേളിലത്തെ ബാഗൊന്നും നോക്കുന്നില്ലായിരുന്നു. അമ്മയാണെങ്കിൽ ജസ്റ്റ് മേളിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു ആ ബാഗ് ഒന്ന് എടുത്തേന്ന്. പക്ഷേ എനിക്ക് ആ ബാഗൊന്നും ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. എനിക്കെന്താ ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് വേണോ അത് വേണോ എന്നുള്ള സംശയമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരെണ്ണം എടുത്തു ഗൈസ്. നിങ്ങളെ അത് ഞാൻ പിന്നെ കാണിക്കാം. അത് ഈ വീഡിയോ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അന്നേരം കാണാം. സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ. അത് കഴിഞ്ഞപ്പോൾ നല്ല ക്യൂട്ടി ബോട്ടിൽ ഞാൻ കണ്ടു. അതൊക്കെ നമുക്കിങ്ങനെ റാക്കിലായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു പൗച്ചിൻ്റെ സെക്ഷനിലോട്ട് വന്നു. എനിക്ക് ഈ ഒരു പൗച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ അത്ര ആവശ്യം എനിക്ക് ഈ വെള്ള അതൊക്കെ നമ്മൾ ഈ പേനയൊക്കെ വരുമ്പം ഈ ഒരു സ്ക്രാച്ചൊക്കെ വീണാൽ പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഞാനതവിടെ വെച്ചു. അത് കഴിഞ്ഞ് എന്നോട് അമ്മ പറഞ്ഞു നമുക്ക് മേളിൽ പോയി ബുക്ക് നോക്കാം. ബുക്കിൻ്റെ സെക്ഷനൊക്കെ മേളിലാണ് ഗൈസ്. ആ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ മേളിൽ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് വരണം. അത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ ഒരു സാധനം കണ്ടത്, സിംഹം. മേളിൽ ചെന്നു ബുക്കിൻ്റെ സെക്ഷനിലോട്ട് വന്നു. നമ്മൾ ഒരു ബുക്ക് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് നമുക്ക് ഫ്രീ കിട്ടും. നമ്മൾ 10 എണ്ണം എടുത്തപ്പോൾ 10 എണ്ണം കൂടി നമുക്ക് ഫ്രീ കിട്ടും. അതിൻ്റെ കൂടെ ഒരു പേന വെച്ചിട്ട് കിട്ടും. അപ്പോൾ 10 എണ്ണം എടുത്താൽ 10 പേന കിട്ടും. അപ്പോൾ അമ്മയാണെങ്കിൽ ആ അങ്കിളിനോട് ചോദിക്കുകയാണ് ഒരു സെറ്റ് എടുത്താൽ നമുക്ക് എത്ര സെറ്റ് കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് തന്നെ ഒരു സെറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 20 ബുക്കുണ്ട്. നമ്മൾ 10 എണ്ണത്തിൻ്റെ കൊടുത്താൽ മതി. അപ്പം ആ ഒരു സെറ്റിൻ്റെ വിലയെ കൊടുത്താൽ മതി നമ്മൾ. അപ്പോൾ ഞങ്ങൾ ആ 2 സെറ്റ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഞാനൊരു പൗച്ചും എടുത്തു. അപ്പം അതൊക്കെ നമ്മൾ ബില്ലിങ്ങിന് കൊടുക്കുകയാണ്. ബില്ലിങ്ങിന് ഞാൻ കാണിച്ച ഈ 2 പൊതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞ് ദാഹത്തിന് ശമനം വരാൻ വേണ്ടി ഞങ്ങൾ ഇച്ചിരി നാരങ്ങ വെള്ളം കുടിച്ചു. നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ചുമയായിരുന്നു ഗൈസ്. പക്ഷേ അങ്കിളിനോട് ഞങ്ങൾ പറഞ്ഞതാണ് നാരങ്ങ വെള്ളത്തിന് തണുപ്പ് വേണ്ട എന്ന്. പക്ഷേ അതെന്തോ അവർക്ക് മിസ്റ്റേക്ക് വന്നു പോയി. പിന്നെ ചൂടായതുകൊണ്ട് പിന്നെ ഞങ്ങളത് കുടിച്ചു ഗൈസ്. ബട്ട് കൊള്ളായിരുന്നു ഗൈസ്. ആ തണുപ്പിൻ്റെ വിഷയം ഒഴിച്ച് ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. നമ്മളപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിൽ തിരിച്ചു വരികയാണ് ഗൈസ്. ബാഗിനകത്ത് കുറച്ച് ബുക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ. ഇതായിരുന്നു എൻ്റെ ബാഗ് ഗൈസ്. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ഈ ഒരു ബാഗാണ്. അപ്പം ഇതാണ് ഗൈസ് എൻ്റെ ബാഗ്. അത്രയേ ഉള്ളൂ എൻ്റെ ഒരു മിനി വ്ളോഗ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് വരുന്നിടം വരെ ബൈ.